നമ്മുടെ വീട്ടിലെ ആർക്കാ നമ്മള് ഭക്ഷണം വാരി കൊടുക്കുന്നേ? ആർക്കാ ഭക്ഷണം വാരി കൊടുക്കുന്നേ? നിങ്ങളെന്നും വീടൊന്നും ഇല്ലാത്തവരാന്ന് തോന്നുന്നു, നിങ്ങൾ മിണ്ടാതിരിക്കും. നമ്മൾ ആർക്കാ വാരി കൊടുക്കുന്നേ? ഭർത്താവിനാണോ? ഭാര്യയ്ക്കാണോ? അല്ല, നമ്മൾ വാരി കൊടുക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. എന്തോ സ്നേഹത്തിൽ അവരെ വിളിക്കുന്ന, വാടാ മോനെ, സൂര്യനെ പിടിച്ചു തരാം, ചന്ദ്രനെ പിടിച്ചു തരാം, വാരി കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ യേശു കർത്താവ് പറഞ്ഞു, യൂദാ മോനെ, നിനക്ക് ഞാൻ വാരി തരാമടാ. ഇത് കണ്ടോണ്ട് നിൽക്കുക യോഹന്നാൻ. അതുകൊണ്ട് യോഹന്നാന് മനസ്സിലായി എന്താണ് യഥാർത്ഥ സ്നേഹം. ഹല്ലേലൂയ. യോഹന്നാന്റെ ലേഖനങ്ങൾ പഠിക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ ആഴം അതിനകത്ത് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിനകത്ത് യോഹന്നാൻ അതിരുവിട്ട സ്നേഹത്തെ കുറിച്ച് പറയുന്നത്. അതിനകത്ത് പറയാ, കഴിഞ്ഞിടയ്ക്ക് ഞാൻ ആ യോഹന്നാൻ പറഞ്ഞ ഒരു വാക്കെടുത്ത് പ്രസംഗിച്ചപ്പം ഒരു ചർച്ചിലെ ദിവാസ് എന്നോട് പറഞ്ഞു, ദിവാസിനെ അത് പ്രസംഗിക്കണ്ടായിരുന്നു പറഞ്ഞു. കാരണം അങ്ങനെ പോലും നമുക്ക് തോന്നിപ്പോവും. അതുപോലെ കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങളിൽ ഒരുത്തൻ പാപം ചെയ്തു എങ്കിൽ വിഷമിക്കൊന്നും വേണ്ടെന്ന്. ഇതുവല്ല പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞത് ഇങ്ങനെയാ, കുഞ്ഞുങ്ങളെ, നിങ്ങളിൽ ഒരുത്തൻ പാപം ചെയ്തു എങ്കിൽ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമുക്ക് ദൈവ സ്നേഹത്തിൽ നിന്നുള്ള ഒരു കീഴ്പ്പെടലും ഒരു അനുസരണത്തെയും കുറിച്ച് യോഹന്നാൻ നമ്മളെ പഠിപ്പിച്ചു. ക്രൈസ്തലോ. അപ്പൊ ഒരാൾ പറയാ, പാപം ചെയ്യാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലും പ്രേരിപ്പിക്കപ്പെടത്തില്ല. കാരണം യേശു ഹൃദയത്തിലുള്ളവൻ പാപം ചെയ്യത്തില്ല. യേശുവിനെ സ്നേഹിക്കുന്നവൻ പാപം ചെയ്യത്തില്ല. അത് പേടിച്ചിട്ടല്ല, അത് ഭയന്നിട്ടല്ല, അത് സ്നേഹത്തിൽ നിന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് യോഹന്നാൻ 14:15 നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, യേശു ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പന കാത്തുകൊള്ളും. യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പന കാത്തുകൊള്ളും. രണ്ടു വിധത്തിൽ കർത്താവിന്റെ കൽപ്പന പ്രമാണിക്കാൻ പറ്റും. ഒന്ന് പേടിച്ചിട്ട് പ്രമാണിക്കാം, മറ്റൊന്ന് സ്നേഹത്തിൽ പ്രമാണിക്കാം. സത്യത്തിൽ ഇന്ന് കൂടുതലും വിശ്വാസികളും എങ്ങനെയാ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നറിയോ? പേടിച്ചിട്ട്. ജ്ഞാനപ്പെടാതെ ഞാൻ ചത്തുപോയ സ്വർഗത്തിൽ പോയില്ലേ തോന്നി എന്നോർത്ത് എന്ത് ചെയ്യാം? പേടിച്ചിട്ട. എന്നാൽ പേടിച്ചിട്ടുള്ള അനുസരണവും സ്നേഹത്തിൽ നിന്നുള്ള അനുസരണവും രണ്ടും രണ്ടാം. ഒരു ഉദാഹരണം പറഞ്ഞാല്, സ്തോത്രം, നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും അവസാനം കിടന്നുറങ്ങുന്ന ആളാരാ? നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും അവസാനം കിടന്നുറങ്ങുന്ന ആള് ആരും മിണ്ടുന്നില്ല. ആരും ഉറങ്ങാറില്ല. ഫസ്റ്റാണ് അമ്മമാരല്ലേ? വീട്ടിലെ അമ്മച്ചി ഏറ്റവും അവസാനം ഭർത്താവിന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്, മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്, ഇതെല്ലാം കഴിഞ്ഞ് എരിവില്ലായിരുന്നു, പുളിയില്ലായിരുന്നു, കുറ്റമെല്ലാം കേട്ട് സ്തോത്രം അവസാനം ഇവർ കഴിച്ച ആ പാത്രമെല്ലാം കഴുകി വെച്ച് പിറ്റേ ദിവസം രാവിലെ കാപ്പിക്കുള്ള മാവൊക്കെ അരച്ചു വെച്ച് കഷ്ടപ്പെട്ട് സ്തോത്രം രാത്രി 12 മണി 12:30 ആകുമ്പോ ഈ പാവം കിടക്കാൻ വരുമ്പോ അച്ചായൻ ഒരു ഉറക്കം കഴിഞ്ഞിരിക്കും. സത്യമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ഓക്കെ. അപ്പം ഇങ്ങനെ ഈ പാവം ഒരു മൂലയ്ക്ക് വന്ന് ഇങ്ങനെ കയറി കിടക്കും. സ്തോത്രം. 2 കൂർക്കമൊക്കെ വലിച്ചു കഴിയുമ്പോഴത്തേനും ഒരു 4-4:30 അന്നേരത്തേനും അച്ചായൻ 2 ചുമയൊക്കെ ആയിട്ടിരുന്നു. ഒരു കാപ്പിയിട്ടുണ്ടോ? അന്നേരം ഈ പാവം എഴുന്നേറ്റ് വീണ്ടും ഇങ്ങനെ ചെയ്യാം, അടുക്കളയിലോട്ട് പോവുക, പോയി കാപ്പി ഇട്ടുണ്ടോ എന്ന് അച്ചായൻ കൊണ്ട് കൊടുക്കുക. എന്തോ ഇത് വായി വെച്ച് കുടിക്കാൻ കൊള്ളത്തില്ലല്ലോ, മധുരവിട്ടില്ലേ, പോയി മധുരവിട്ടുകൊണ്ട് വാടി. വീണ്ടും പോവുക. പോയി ആ കാപ്പി ഇട്ട് അച്ചായന് ഇഷ്ടമുള്ളതുപോലെ കാപ്പി ഇട്ടുകൊണ്ടുവന്ന് അച്ചായന് കൊടുക്കുക. പിന്നെയും വീണ്ടും ആരംഭിക്കുക. ഇത് ഒരു ദിവസത്തെ കാര്യമല്ല, ഇത് അനേക വർഷങ്ങളായിട്ടുള്ള കാര്യമാണ്. ഞാൻ അമ്മമാരോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അടിമയെ പോലെ കിടക്കാൻ കാരണം? അച്ചായനെ പേടിച്ചിട്ടോ? അച്ഛൻ വഴക്കൂല, അതുകൊണ്ട് അച്ചാൻ ചെയ്തു കൊടുത്തേക്കാം എന്നർത്ഥമാണ്. അല്ല, അച്ചാനോടുള്ള സ്നേഹമുണ്ട്. അച്ചാനെ പേടിച്ചിട്ടായിരുന്നെങ്കിൽ അച്ചാന്റെ വീട്ടിൽ നിന്നേനെ, അമ്മമ്മയുടെ വീട്ടിൽ നിന്നേനെ. പക്ഷെ സ്നേഹിച്ചിട്ടായതുകൊണ്ട് അച്ചാൻ എന്നെ വഴക്ക് പറഞ്ഞാലും, അയൽവക്കക്കാരൊക്കെ ചിലപ്പോൾ പറയും, ഇന്നലെ വലിയ ബഹളം കേട്ടല്ലോ, പുള്ളി ഒരു ഭയങ്കരനല്ലേ. അപ്പൊ നിങ്ങളെന്നാ പറയുന്നത്? അതെന്താ അങ്ങനെ പറയുന്നത്? ആ സ്നേഹത്തിൽ നിന്ന്. അപ്പൊ ആ അനുസരണം എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്നുള്ള അനുസരണമാണ്. അപ്പൊ കർത്താവിനെ നമ്മൾ അനുസരിക്കുന്നതെന്ന് പറയുന്നത് സ്നേഹത്തിലൂടെയുള്ള അനുസരണമാണ്. ക്രൈസ്തവോ. മറ്റൊരുദാഹരണം പറഞ്ഞാൽ ഇച്ചിരൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. സ്തോത്രം. നിങ്ങളുടെ വീട്ടിൽ അച്ചാൻ ജോലിക്ക് പോകുമ്പോൾ, ഈ ഉദാഹരണം എല്ലാം കൂടെ പറയുന്നത് എന്തിനാണെന്നറിയോ? ദൈവസ്നേഹം ഒന്ന് മനസ്സിലോട്ട് കയറാൻ വേണ്ടിയാണ്. സ്തോത്രം. നിങ്ങൾ ഈ പുള്ളിക്ക് പ്രസംഗമൊന്നുമില്ല, ഇഷ്ടംപോലെ പ്രസംഗമുണ്ട്. 123 പ്രാവശ്യം ഞാൻ കേരളത്തിൽ തന്നെ ശുശ്രൂഷിച്ച സഭയുണ്ട്. 123 പ്രാവശ്യം കേരളത്തിൽ തന്നെ ശുശ്രൂഷിച്ച സഭ വേറെ ഒന്നുമല്ല, മാവേലിക്കരയിലുള്ള പാസ്റ്റർ ബെൻസ് പി മാമന്റെ ചർച്ചിൽ സ്തോത്രം ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. മെസ്സേജൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ പറയുന്നത് ഒന്നെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് കയറിയാൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം രക്ഷപ്പെടും. ക്രൈസ്തവം. അതുകൊണ്ട് ഈ കഥ ഉദാഹരണമൊക്കെ പറയുന്നത്. സ്തോത്രം.
അപ്പൊ ഈ അച്ഛൻ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോ അമ്മാമയോട് റെഡി മോളെ, നീ അടുത്ത വീട്ടിലൊന്നും പോയി വർത്താനൊന്നും പറയാൻ പോരുത്, നീ കിട്ടുന്ന സമയം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുക, നീ അങ്ങനെ പോകണ്ട, നമ്മളിങ്ങനെ കർത്താവിനോട് അടുത്ത് ഇങ്ങനെ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ജോലിക്ക് അങ്ങോട്ട് പോയി. എന്തോ എടുക്കാൻ മറന്നു പോയിട്ട് കയറി തിരിച്ചു വന്നപ്പം ഏത് വീട്ടിൽ പോകരുതെന്ന് അമ്മാമയോട് പറഞ്ഞു. അമ്മാമ ആ വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് എനിക്ക്. അപ്പൊ അമ്മാമ കണ്ട് അച്ഛൻ തിരിച്ചു വരുന്നത്, അമ്മാമ ഉടനെ മതിലൊക്കെ ചാടി അടുക്കള വാതിൽ കൂടെ കയറി ഓടി അണച്ചു വന്ന് അച്ഛൻ മുമ്പിൽ ഇങ്ങനെ വന്നിക്കുക. അച്ഛാ എന്തോ വേണം അച്ഛാ, വെള്ളം വേണം അച്ഛാ, എന്തോ വെച്ചാ മറന്നുപോയ അച്ഛാ, എന്താ അച്ഛൻ പറഞ്ഞേ, ആകപ്പാടെ ഒത്തിരി സംഭാഷണമാണ്. എന്താ കാര്യം? ഇങ്ങനെ എന്തെങ്കിലും ഒരു വാക്കൊന്ന് വഴക്ക് പറഞ്ഞാൽ ടെൻഷനില്ല. പക്ഷെ ഈ പുള്ളി മിണ്ടുന്നില്ല. ഈ പുള്ളി വന്ന ഈ അമ്മാമയുടെ മുഖത്തൊക്കെ ചിരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇച്ചിരി കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു എന്നാ ശരി ഞാൻ പോവാ എന്നും പറഞ്ഞ് പോയെന്നിരിക്കട്ടെ. ഈ അമ്മാമയുടെ ആയുസ് ഈ അമ്മാമയെ പറഞ്ഞ് വിട്ടു പോകും. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്നറിയോ, ഇങ്ങോട്ടോ ഭയങ്കര ബഹളം തന്നെ. അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അമ്മാമയിലേക്ക് തിരിച്ചു. അപ്പൊ യേശു നമ്മളെ സ്നേഹിച്ച എങ്ങനെയാണെന്നറിയോ, ഇങ്ങനെ ഒരു നോട്ടത്തിൽ കൂടെ. കാരണം യേശു കർത്താവ് കുറ്റം പറയുന്നത് നമ്മൾ കാണുന്നില്ല. യേശുവിനെ തള്ളിപ്പറഞ്ഞ് പ്രാഗിയാണയിട്ട് സ്തോത്രം പിന്മാറിപ്പോയ ശിഷ്യൻ ഇവൻ മാത്രം പിന്മാറുകയല്ല, കൂടെയുള്ളവന്മാരെ കൂടെ വിളിച്ചോണ്ടുപോയി. ക്രൈസ്തലോ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിച്ചു നോക്ക്. 21-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട്, കൂട്ടു ശിഷ്യന്മാരെ വിളിച്ചോണ്ട് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോവാ, ജീവിക്കണമെന്നാണ് എന്നോട് വരാൻ പറഞ്ഞു. കാരണം ഇനി യേശു ഇല്ല, നാളെ അപ്പം കിട്ടത്തില്ല, നാളെ കരം കൊടുക്കാൻ മീനെ പിടിക്കാൻ പോയ സംഭവം കിട്ടത്തില്ല, മീന്റെ വായിൽ നിന്ന് സ്തോത്രം കാശ് കിട്ടത്തില്ല, അതുകൊണ്ട് നമുക്ക് പോയി മീൻ പിടിക്കാമെന്ന് പറഞ്ഞ് പത്രോസും കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് പോയി. എന്നാൽ അതിന്റെ 5-ാം വാക്യത്തെ നമ്മളിങ്ങനെ വായിക്കുന്നു, അവർ രാത്രി മുഴുവൻ അധ്വാനിച്ച് മീനൊന്നും കിട്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ യേശു വീണ്ടും അവരുടെ അടുക്കിലേക്ക് വന്നു. വന്നിട്ട് എന്താ ചോദിച്ചേ? തലതെറിച്ചവന്മാരെ എന്നാണ് വിളിച്ചേ? നന്ദിയില്ലാത്തവന്മാരെ എന്നാണ് വിളിച്ചേ? അല്ല, യേശു വിളിക്കാം കുഞ്ഞുങ്ങളെ. ആ ഒരൊറ്റ വിളിയിൽ ഇവന്മാര് മുഴുവൻ മനസ്സിലാക്കോ. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ പറയും കാണാം, ഇപ്പൊ കിട്ടും കാണാം കേട്ടോ, അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു നീയൊക്കെ പിന്മാറി പോകുമെന്നും ഇങ്ങനെ നടക്കുമെന്നും അറിയായിരുന്നു, നിന്നെയൊക്കെ അടിച്ച് ചുരുട്ടി മടക്കി കൂട്ടി ഇതിനകത്ത് കൊണ്ടുവരും. പ്രൈസ്തലോ. യേശു അങ്ങനെ മടക്കി കൂട്ടിയല്ല കൊണ്ടുവന്നേ, പിന്നെയോ സ്നേഹത്തിലൂടെ മടക്കി കൊണ്ടുവന്നു. യേശു ചോദിച്ചു കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. സ്തോത്രം. ഇതെല്ലാം കഴിഞ്ഞപ്പോ ഇവര് കയറി വന്നപ്പോ കർത്താവ് ചോദിച്ചു മീൻ കിട്ടി? ഒന്നും കിട്ടിയില്ല. അന്നാതെ പിടിച്ചോളാൻ പറഞ്ഞ് കർത്താവ് മീനും കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞപ്പം സംഭവിച്ചെന്നറിയോ, എല്ലാരും ക്ഷീണിച്ചു, രാത്രി മുഴുവൻ അധ്വാനിച്ചാ വന്നേ. അപ്പൊ യേശു അവരോട് പറയാ, വിശക്കുന്നുണ്ടല്ലേ? കയറി വരുമ്പോഴേ ചോദിക്കുന്ന ചോദ്യമോ, വിശക്കുന്നുണ്ടല്ലേ? ആ കടലിൽ നിന്ന് കയറി വരുമ്പോഴേ ചോദിക്കുക, ക്ഷീണിച്ചല്ലേ, വിശക്കുന്നുണ്ടല്ലേ? യേശുവിന്റെ സ്ഥാനം നമ്മളെങ്ങനെ ചൂടിലെടുത്ത് ഓരോന്നും കൊടുത്ത് കയറ്റിവിട്ട ഇനി മേലെ കടത്തിയെടുത്ത് കണ്ടെങ്കിലെന്ന് പറഞ്ഞേ അല്ലേ? പക്ഷെ യേശുവരോട് ചോദിക്കാം, വിശക്കുന്നുണ്ടല്ലേ, ക്ഷീണിച്ചല്ലേ, ആദ്യം വാ ഭക്ഷണം കഴിക്കും. ഇവര് വന്ന് നോക്കുമ്പോ കനലിൽ ചുട്ട അടയും നല്ല ചൂട് സ്തോത്രം ഭക്ഷണം വാങ്ങിയിരിക്കുക. ഇവരിതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോ സ്തോത്രം കർത്താവ് ചോദിച്ചു, പത്രോസേ ഇനി ഒരു കാര്യം ഒന്ന് ചോദിക്കാൻ. പത്രോസ് നെഞ്ചിടിക്കുകയായിരിക്കും ഇത് പറയുമ്പോ, കാരണം എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നത്. പക്ഷെ യേശു ചോദിച്ചെന്നറിയാമോ, നീ ഇവയേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നു. നീ മീൻ പിടിക്കാൻ ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിച്ച് നിനക്ക് മീൻ കിട്ടി, നിന്റെ കൂടെ നിൽക്കാൻ കുറെ ആളുകളെയും കിട്ടി. പക്ഷെ എനിക്കറിയേണ്ടതൊന്ന, നീ ഇവയേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുവോ? ഇന്ന് പകലും ദൈവാത്മാവ് ഞാൻ ദൂത് വിളിച്ചു പറയാം, നീ കർത്താവിനെ സേവിച്ചാൽ ഈ ഭൂമിയിൽ ഭൗതിക നന്മകളെല്ലാം നിനക്ക് ലഭിക്കും. പക്ഷെ കർത്താവിനൊന്നറിയണം, ഇവയേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ ഭൗതിക നന്മകളെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ നിനക്കുള്ളതിനേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ അവന്റെ കൽപ്പന പ്രമാണിക്കും. അത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്. സ്നാനപ്പെടുന്ന എപ്പോഴാ? അന്നേരമാ സ്നാനപ്പെടുന്നേ. ഇതിവിടെ നമ്മൾ കിട്ടുന്ന മന്ത്രി പിടിക്കും, സ്നാനപ്പെടണം കേട്ടോ. 2012 ചിലപ്പോൾ കർത്താവ് വരും കേട്ടോ, സ്നാനപ്പെടണം കേട്ടോ. മരിച്ചുപോയാൽ ആകപ്പാടെ പ്രശ്നമാകും കേട്ടോ. അങ്ങനൊന്നും അല്ലെന്ന്. കർത്താവിനോടുള്ള ആ സ്നേഹത്തിന്റെ ആഴം കൊണ്ട് വർദ്ധിക്കുമ്പോ, എടാ എനിക്ക് വേണ്ടി അവസാനം ഒരു രക്തം വരെ ഊറ്റി തന്ന യേശു കർത്താവ്, അവന്റെ ഒരു കൽപ്പന എനിക്ക് അനുസരിക്കാൻ ഇത്ര വലിയ പാടുള്ള കാര്യമാണോ? സ്തോത്രം. നാളെ തന്നെ ഞാൻ റെഡിയാ എന്ന് പറയുന്ന എങ്ങനെയാണെന്നറിയാമോ? പാസ്റ്ററോടുള്ള സ്നേഹം കൊണ്ടല്ല, യേശുവിനോടുള്ള സ്നേഹം കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചില് പണ്ട് ഒരു ഉപദേശപ്പച്ചൻ ഉണ്ടായിരുന്നു, ഇച്ചിരി പ്രായമുള്ളൊരു അപ്പച്ചൻ. അപ്പൊ ഈ അച്ഛനെ കണ്ടിട്ട് എല്ലാ വിശ്വാസികളെല്ലാം പറയും, ഇവിടെ വാസ്തു ചിരി ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. വാസ്തു ചിരി കാണാൻ
ഭയങ്കര രസമാണെന്ന് പറയും. അപ്പം ഒരു ദിവസം ഈ പാസ്റ്റർ നല്ല ഒരു പാവം പാസ്റ്റർ, നല്ലൊരു ദിവസം, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ദിവസം. ഒരു ദിവസം ഞാൻ പ്രസംഗിച്ചോണ്ടിരുന്നപ്പോൾ പറയാം, എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ ആരും ദയവ് ചെയ്ത് എന്റെ ചിരി കണ്ട് വിശ്വാസത്തിൽ വരരുത്. വിശ്വാസത്തിലെല്ലാം അന്ധപ്പെട്ടിരിക്കും. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറയുക, എന്നാ കാര്യമെന്നറിയാവോ, എന്റെ ചിരി കണ്ടാൽ നിങ്ങൾ വിശ്വാസത്തിൽ വന്നതെങ്കിൽ എന്റെ പല്ല് പോകുമ്പം നിങ്ങൾ പിന്മാറ്റത്തിൽ പോവും. വയസ്സും പ്രായമൊക്കെ ആയി വരിക, പല്ല് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? പിന്മാറി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും എന്റെ ചിരി കണ്ടിട്ട് ചെയ്യരുത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നത്? യേശുവിനോടുള്ള ആ സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹത്തിൽ നിന്ന് അനുഗമിച്ചാൽ കർത്താവിന്റെ പീഡാനുഭവങ്ങളിലും യേശുവിനെ വിട്ടുപോകാതെ യോഹന്നാൻ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് അവസാനിച്ചോ? തീർന്നില്ല. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും അധികം ആദ്യം രക്തസാക്ഷിയാക്കാൻ പിശാച് പദ്ധതിയിട്ടയാളും യോഹന്നാൻ. പക്ഷെ സംഭവിച്ചെന്നറിയാവോ? രക്തസാക്ഷി മരണം വരിക്കാത്ത ഒരേ ഒരു ശിഷ്യൻ യോഹന്നാൻ മാത്രമേ ഉള്ളായിരുന്നു. ക്രിസ്തലോ അതെന്താ? അത് വലിയ കാര്യമല്ല. പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്. കാരണം രക്തസാക്ഷി മരണം മരിക്കുന്നത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. എന്നാൽ യോഹന്നാൻ അങ്ങനെ മരിക്കാതിരുന്നതിൽ ചെറിയൊരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? ആ കാര്യം ഇതാ, പിശാച് പറഞ്ഞു നിന്നെ ആദ്യം കൊല്ലും. കർത്താവ് പറഞ്ഞു നീയല്ല തീരുമാനിക്കുന്നത്. ക്രൈസ്തലോ, നീയല്ല തീരുമാനിക്കുന്നേ, നീ അവനെ രക്തസാക്ഷിയാക്കുമെന്നല്ലേ പറഞ്ഞേ. എന്നാൽ ഞാൻ തീരുമാനിച്ചിരിക്കുക അവൻ നോർമൽ ഡെത്തായിരിക്കും. ക്രൈസ്തലോ, പിശാചല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്. പിശാചല്ല നിന്റെ ഭാവി നിർണയിക്കുന്നത്. പിശാചല്ല നിന്റെ തലമുറയുടെ ഭാവി നിർണയിക്കുന്നത്. അത് യേശുവാണ്. ഇന്ന് പകരം കൂടുതൽ മനസ്സിലായവരെ ഓർത്ത് എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയം. ആദ്യമായി കൊന്നുകളയാൻ പിശാച് പദ്ധതിയിട്ടത് യോഹന്നാനെയാണ്. എന്നാൽ